അണിനിരന്നിരിക്കുകയാണ്. വേദിയിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ എല്ലാവരും തന്നെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയല്ലേ? വെള്ള പങ്കായങ്ങളും പച്ച പങ്കായങ്ങളും ഒക്കെ പലതരത്തിലുള്ള കളറൊക്കെ അടിച്ച് നമ്മുടെ പങ്കായങ്ങളും തുഴകളൊക്കെ ഉയർത്തി തൊഴിച്ചിൽക്കാർ തയ്യാറായി കഴിഞ്ഞു. തീരം ജലോത്സവത്തിന്റെ തീ പിടിപ്പിക്കുന്ന മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു ജലഘോഷയാത്രയ്ക്ക് നമ്മുടെ കരിവീരന്മാരെ പോലെ തലയെടുപ്പോടുകൂടി മധ്യ കേരളത്തിന്റെ 12 ഇരുട്ടുകുത്തി വള്ളങ്ങൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് നാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തായാലും ഫ്ലവർ ഓഫ് കർമ്മം നിർവഹിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ പോകുമ്പോൾ മനോഹരമായ തുഴകളൊക്കെ എറിഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാം. തുടങ്ങിയല്ലേ? തുടങ്ങാം നമുക്ക്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട MA വാസുദേവൻ അവറുകൾ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തോച്ചൽക്കാരൊക്കെ മനോഹരമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാം. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഫിക്സർ അനുസരിച്ചിട്ട് ഓരോ ടീമുകളും മത്സരത്തിന് തയ്യാറാകണം. നമ്മുടെ സ്റ്റാർട്ടർ ജിബിൻ സാർ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായ രീതിയിൽ സ്റ്റാർട്ടിംഗ് അവിടെ നിന്ന് തുടങ്ങും. നമ്മുടെ ഫിക്സർ അനുസരിച്ചിട്ട് ഓരോ കളിവള്ളങ്ങളും ഒന്നിനു പുറകെ ഒന്നായി മത്സരത്തിന് തയ്യാറാകണം. അദ്ദേഹത്തെ കൊണ്ട് അവിടെ കൂടുതലായി വിളിപ്പിക്കുന്ന രീതിയിലായിരിക്കുന്ന ആദ്യ മത്സരം എന്ന് പറയുന്നത് എ ഗ്രേഡിന്റെ മത്സരമാണ്. ഒന്നാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, രണ്ടാം ട്രാക്കിലൂടെ പുത്തൻപറമ്പിലും, മൂന്നാം ട്രാക്കിലൂടെ ഗോതിരുത്ത് പുത്രനും ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലേക്ക് കടന്നു വരും. എന്തായാലും ഓരോ കളിവള്ളങ്ങളും മത്സരത്തിന് തയ്യാറെടുക്കണം. വേദിയിൽ ആശംസകളും മറ്റ് ഉദ്ഘാടന പരിപാടികളുമായിട്ട് വേദി മുൻപിലേക്ക് പോവുകയാണ്. മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർണ്ണമായ ഉടനെ തന്നെ മത്സരങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ആരും തന്നെ ഇനി കരയിലേക്കൊക്കെ കയറാനുള്ള രീതിയിലേക്കൊന്നും പോകരുത്. നമ്മൾ പറഞ്ഞിരുന്ന സമയത്തിൽ നിന്നൊരൽപ്പം സമയം വൈകിട്ടുണ്ട്. സമയബന്ധിതമായി തന്നെ നമുക്ക് മത്സരം അവസാനിപ്പിക്കണം. കടന്നു വരുമ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ്. ആ വെള്ള പങ്കായങ്ങളൊക്കെ അങ്ങനെ കുത്തി എറിഞ്ഞുകൊണ്ട് അരേനങ്ങളെ പോലെ കുടുങ്ങി വരുന്നത് പോലെ അങ്ങനെ ചീറിപ്പാഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാതെ ഇക്കഴിഞ്ഞ ജലോത്സവങ്ങളിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് ജയപരാജയങ്ങൾ മാറ്റി മറിഞ്ഞ മധ്യ കേരളത്തിന്റെ പേരും പെരുമയും പ്രശസ്തിയും വാനോളം ഉയർത്തിയിട്ടുള്ള 3 കളിവള്ളങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 പുത്തൻപറമ്പിൽ ഗോതിരുത്ത് പുത്രൻ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശക്തമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് ഇഞ്ചുകൾക്ക് പോലും വിട്ടുകൊടുക്കാതെ 3 കളിവള്ളങ്ങളും തുല്യത പാലിച്ചുകൊണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ എത്ര ശക്തമായിട്ടുള്ള മത്സരമാണ്, എത്ര മനോഹരമായിട്ടുള്ള മത്സരമാണ്. ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 പുത്തൻപറമ്പിൽ ഗോതിരുത്ത് പുത്രൻ, ഒന്നാം ട്രാക്കിലൂടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, രണ്ടാം ട്രാക്കിലൂടെ പുത്തൻപറമ്പിൽ, മൂന്നാം ട്രാക്കിലൂടെ ഗോതിരുത്ത് പുത്രൻ. എന്തായാലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഗോതിരുത്തിന്റെ സ്വന്തം സ്വകാര്യ അഹങ്കാരങ്ങളായിട്ടുള്ള എ ഗ്രേഡ് വിമാനത്തിന്റെ 3 കളിവള്ളങ്ങൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 പുത്തൻപറമ്പിൽ ഗോതിരുത്ത് പുത്രൻ. എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുൻപിലേക്ക് മൂന്നാം ട്രാക്കിലൂടെ ഗോതിരുത്ത് പുത്രൻ ലീഡ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, പുത്തൻപറമ്പിലുണ്ട്. ഒപ്പം ഇല്ല, നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഏകദേശം മധ്യദൂരം കഴിഞ്ഞ് ആ 3 ജലരാജാക്കന്മാർ ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്തേ നമുക്കൊന്നും ഒരു ആവേശമില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് കൈയടിച്ചുകൊണ്ട്, ഒന്ന് ആർപ്പ് വിളിച്ചുകൊണ്ട് തീരം ജലോത്സവത്തിന്റെ ആ വീര്യത നമുക്ക് പകർന്നു കൊടുക്കാം. എത്ര ശക്തമായിട്ടുള്ള മത്സരം. ഗോതിരുത്ത് പുത്രൻ പുത്തൻപറമ്പിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. ഒപ്പത്തിനൊപ്പം ഇനിയുമുണ്ട് ഒരു ട്രാക്ക് ദൂരം. വിജയപരാജയങ്ങൾ മാറി മറിയാൻ ഇനിയും സമയമുണ്ട്. ഒരൽപ്പം മുമ്പിലേക്ക് ഗോതിരുത്ത് പുത്രൻ ആ മഞ്ഞ ജേഴ്സിയൊക്കെ അണിഞ്ഞ് ആ ചുണക്കുട്ടന്മാർ അതാ അണിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട പുത്തൻപറമ്പിൽ അടിയക്കാരൻ വിമേഷ് എഴുന്നേറ്റ് നിന്ന് ആദ്യ സിഗ്നൽ കൊടുത്തുവെങ്കിൽ അങ്ങനെ അടിയക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തങ്ങളുടെ വള്ളത്തിന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മനോഹരമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഇഞ്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ഗോതിരുത്ത് പുത്രൻ പുത്തൻപറമ്പിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഫിനിഷിംഗ് ലൈനിൽ തൊടാൻ എത്ര മനോഹരമായിട്ടുള്ള വെച്ചാൽ ഗോതിരുത്ത് പുത്രനാണോ, പുത്തൻപറമ്പിലാണോ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ആവേശപ്പോര് മുറുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 3 കളിവള്ളങ്ങളും
2025 ട്രോഫികൾ ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് 3 ടീമുകളും ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മഞ്ഞ ജേഴ്സിയും ചുവന്ന ജേഴ്സിയും നീല ജേഴ്സിയും ഒക്കെ അണിഞ്ഞ് ആ ഐക്യം കാണിച്ചുകൊണ്ട് അങ്ങനെ 3 ടീമുകളും കടന്നു വരുമ്പോൾ ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ പകുതി ദൂരം പിന്നിടുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ, ഒപ്പത്തിനൊപ്പമല്ലേ, ഇഞ്ചോടിഞ്ചല്ലേ. അതെ, 3 ടീമുകളും ഒപ്പത്തിനൊപ്പമാണ്. ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നൊക്കെ പ്രവചനങ്ങൾക്ക് അതീതമാണ്. ഇനിയും പകുതി ദൂരം ഇങ്ങനെ മുൻപിൽ നീണ്ടു മത്സരത്തിന് അങ്ങനെ തയ്യാറെടുക്കുമ്പോൾ അവസാന ഫിനിഷിങ്ങിനെ തൊടുവാൻ വേണ്ടി സർവശക്തിയും എടുത്ത് ഫൈനലിലേക്കുള്ള എൻട്രി നേടുന്നതിന് വേണ്ടി 3 ടീമുകളും കൈമയും മറന്ന് പോരാടിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഇതൊരാവേശ പോരാണ്. ഇതൊരു ഫൈനൽ മത്സരമാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ്. ചെറിയ പണ്ഡിതനും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം മയിൽവാഹനും തമ്മിലും ഉള്ള മത്സരം എന്തായാലും മധ്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് കഥകൾ പറയാനുള്ള നമ്മുടെ 3 കളിവള്ളങ്ങൾ, ചെറിയ പണ്ഡിതൻ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽവാഹനൻ ചെറിയ പണ്ഡിതൻ, തൃപ്പൂണിത്തുറയിലുള്ള കുടുംബത്തിന്റെ അധീനതയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചെറിയ പണ്ഡിതൻ വള്ളൻ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവിചേട്ടൻ അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഗോതിരത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ ബോട്ട് ക്ലബിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽവാഹനൻ ഞാറക്കിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷേട്ടന്റെയും സുബിൻ ചേട്ടന്റെയും ഒക്കെ ഉടമസ്ഥതയിലുള്ള മയിൽവാഹനൻ വള്ളം. അങ്ങനെ പഴമയുടെ ആ പേര് വിളിച്ചോതുന്ന 3 കളിവള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം കടന്നു വരുന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ, വിനയേട്ടന്റെ അണിയത്ത് എണീറ്റ് നിന്നുള്ള വലി കണ്ടില്ലേ, എത്ര സൗന്ദര്യമാണ് ആ ഒരു തുളച്ചിൽ കാണാൻ. ഇതാ അവസാന ട്രാക്ക് കുറ്റിയിലേക്ക് എത്തുമ്പോൾ ചെറിയ പണ്ഡിതനും സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2-ഉം മയിൽവാഹനും തമ്മിൽ തീപാറും പോരാട്ടം. ആര് വിജയിക്കും? ഒരൽപ്പം മുൻപിൽ മയിൽവാഹനല്ലേ, ഇല്ല സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, ഒപ്പമുണ്ട് ചെറിയ പണ്ഡിതൻ. എന്തൊരു മത്സരം! ഒപ്പത്തിനൊപ്പം ഫോട്ടോ ഫിനിഷിംഗിലേക്ക് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽവാഹനൻ ചെറിയ പണ്ഡിതൻ, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2, മയിൽവാഹനൻ ചെറിയ പണ്ഡിതൻ. എന്തൊരാവേശകരം! ഫിനിഷിംഗ് ലൈനിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 3 കളിവള്ളങ്ങൾ കടന്നു വരുമ്പോൾ 1-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന പമ്പാവാസൻ, 2-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്പളാതുരുത്ത്, 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീമുരുകൻ. 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമല്ലേ. ഒരൽപ്പം മുമ്പിലേക്ക് മടപ്പളാതുരുത്തൊന്ന് തല വെച്ചുവോ? ഇല്ല, ഒപ്പമുണ്ട് ശ്രീമുരുകൻ, ഒപ്പമുണ്ട് പമ്പാവാസൻ. ആര് വിജയിക്കും ആര് പരാജയപ്പെടും? അവസാന ട്രാക്ക് കുറ്റിയിലേക്ക് കടക്കുമ്പോൾ ഇനി ഫിനിഷിംഗ് ടച്ച് എടുക്കേണ്ട സമയമാണ്. തുളച്ചൽക്കാരൊക്കെ സർവശക്തിയും എടുത്ത് ആ പങ്കായത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് കൈക്കരുത്തും നെയ്ക്കരുത്തും തുഴകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ആ 3 ടീമുകൾ കടന്നു വരുമ്പോൾ ആര് വിജയിക്കും? ശ്രീമുരുകൻ, മണപ്പളാതുരുത്ത്, നമ്മുടെ പ്രിയപ്പെട്ട പമ്പാവാസ. ആരായിരിക്കും? ഇങ്ങോട്ട് കടന്നു വാ, ശക്തിയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന 3 ടീമുകൾ. എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്! നമ്മുടെ ചെറിയ പണ്ഡിതൻ വള്ളം മുന്നോട്ട് വലിച്ചു നീക്കിയിടണം, ഫിനിഷിംഗ് ക്യാമറയ്ക്ക് തടസ്സമുണ്ടാക്കരുത്. ഏതായാലും നമ്മുടെ മത്സരം അവസാന ട്രാക്കിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ, ഒപ്പത്തിനൊപ്പമല്ലേ, ഇഞ്ചോടിഞ്ചല്ലേ. ഒരു ചരടിൽ കെട്ടി വലിച്ചു വരുന്നത് പോലെ ഒരു ഇഞ്ചിന് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ മലപ്പുറത്ത് ശ്രീമുരുകൻ, പമ്പാവാസൻ. എന്തൊരാവേശം, എന്തൊരു മത്സരം! ശ്രീമുരുക അങ്ങനെ മലപ്പുറത്തെ പമ്പാവാസ അയ്യട പോയട എന്നുള്ള താളത്തിൽ എത്ര ശക്തമായ മത്സരം! ശ്രീമുരുകൻ, പമ്പാവാസൻ, മലപ്പുറത്ത്. എന്തൊരു മത്സരം, എന്തൊരാവേശം! എന്താണ് ഇളമുറ തമ്പുരാൻ അല്ലെങ്കിൽ 6-ാം തമ്പുരാൻ എന്നൊക്കെ ഗോതുരത്തിനെ വിശേഷിപ്പിക്കുമ്പോൾ ജിബി തട്ടകൻ അവനൊരു കിങ്ങാണ്. പഴയ വെള്ളിക്കുമ്പള ജലോത്സവ ലോകത്ത് ജലോത്സവത്തിന്റെ പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ ജലോത്സവത്തിന്റെ ഒരു ചരിത്രത്തിന്റെ രേഖകളിൽ ആ പേരെഴുതപ്പെടുന്ന ജിബി തട്ടകൻ എത്രയോ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയ, ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയ ജിബി തട്ടകനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുൻപിൽ നമ്മുടെ വടക്കുംപുറമാണോ? ഇല്ല, ഒപ്പമുണ്ട് ഗോതുരത്ത്. ഇന്നലെ നമ്മുടെ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ കണ്ടതിന്റെ തനിയാവർത്തനമാണോ? ഒപ്പത്തിനൊപ്പം ഇല്ലേ? ഇന്നലെ നമ്മുടെ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ ഏറ്റ പരാജയത്തിനുള്ള തിരിച്ചടിയാണോ ഈ തീര ജലോത്സവത്തിൽ? എന്തായാലും ഇനിയും ഒരു ട്രാക്ക് ദൂരം ഇങ്ങനെ നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ 3 വള്ളങ്ങളും ഇതാ വീണ്ടും ഒപ്പത്തിനൊപ്പം വടക്കുംപുറം ഗോതുരുത്ത് ജിബി തട്ടകൻ. ആര് വിജയിക്കും ആര് പരാജയപ്പെടും? ഒരൽപ്പം മുൻപിലേക്ക് വടക്കുംപുറം നമ്മുടെ പ്രിയപ്പെട്ട വിവിനിറ്റി തെറ അങ്ങനെ എണീറ്റ് നിന്ന്, ഇല്ല സഹലും അതാ ഒപ്പം എണീറ്റ് നിന്നുകൊണ്ട് അങ്ങനെ കുത്തി എറിഞ്ഞുകൊണ്ട് അമരത്ത് നിന്നുള്ളൊക്കെ അടനയമ്പ് കുത്തിയുള്ള ഏറ് കണ്ടില്ലേ? ഇനി വിജയം മാത്രം. ഏകദേശം ട്രാക്കിലേക്ക് അടുക്കുമ്പോൾ, ഫിനിഷിംഗ് ലൈനിലേക്ക് അടുക്കുമ്പോൾ വടക്കുംപുറം ഗോതുരുത്ത് ജിബി തട്ടകൻ. ഒരൽപ്പം മുമ്പ് വടക്കുംപുറം, ഇല്ല ഒപ്പമുണ്ട് ഗോതുരുത്ത്, ഇല്ല ജിബി തട്ടകൻ, വടക്കുംപുറം ഗോതുരുത്ത് ജിബി തട്ടകൻ, വടക്കുംപുറം ഗോതുരുത്ത് ജിബി തട്ടകൻ.
ആ വെള്ളപ്പങ്കായങ്ങളൊക്കെ ഇങ്ങനെ അച്ചത്തി വെച്ചിരിക്കുന്നത് പോലെ സുന്ദരമായ തുഴകളെറിഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്ന മടപ്പളാതുരുത്ത് അങ്ങനെ പിടിവിട്ട് വരുന്ന ഒരു കാഴ്ചയല്ലേ. മടപ്പളാതുരുത്ത് കരയുടെ പൊന്നോമന പുത്രൻ മടപ്പളാതുരുത്ത് ഇക്കഴിഞ്ഞ ജലോത്സവങ്ങളിലൊക്കെ വിജയങ്ങൾ തീർത്തിട്ടുള്ള മടപ്പളാതുരുത്ത് ഡിമെക്സ് തോയക്കാവിന്റെ കൈക്കരുത്തിൽ കഴിഞ്ഞ വർഷത്തെ ഇവിടത്തെ ഈ തീരൻ ജലോത്സവത്തിലെ ട്രോഫി ജേതാക്കളായിട്ടുള്ള മടപ്പളാതുരുത്ത് ഒരൽപ്പം മുൻപിലേക്ക് അങ്ങനെ ലീഡ് എടുത്ത് വരുമ്പോൾ ഗോതിരുത്ത് മയിൽവാഹനൻ രണ്ട് വള്ളങ്ങളും ഒപ്പം എത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, സുന്ദരമായി തുഴകൾ എറിഞ്ഞുകൊണ്ട് ശക്തിയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് അടിയത്തും അമരത്തും കുത്തിയെറിഞ്ഞുകൊണ്ട് അങ്ങനെ മടപ്പളാതുരുത്ത് അങ്ങനെ ഫിനിഷിംഗ് ലൈനിലേക്ക് ഇടുമ്പോൾ ഗോതിരുത്തുണ്ട്, മയിൽവാഹനുണ്ട്. എന്തൊരു മത്സരം, എന്തൊരു ആവേശം. അല്ല മടപ്പളാതുരുത്ത്, അല്ല ഗോതിരുത്ത് എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ 3 കളിവള്ളവും കടന്നു പോകുമ്പോൾ ഗോതിരുത്തും മയിൽവാഹനും തമ്മിൽ എന്തൊരു മത്സരം. ഒറ്റത്തടി തമ്പകത്തിൽ തീർത്ത മയിൽവാഹനൻ അങ്ങനെ മയിലിനെ വടക്കുംപുറമുണ്ട് തലയെടുപ്പോടെ തല ഉയർത്തിപ്പിടിച്ച് 3 കളിവള്ളങ്ങളും അങ്ങനെ കരിനാഗങ്ങളെ പോലെ ചീറിപ്പാഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ വടക്കുംപുറം ഒരൽപ്പം മുൻപിലാണോ? ഇല്ല, എനിക്ക് തോന്നുന്നതാണ് എന്ന് തോന്നുന്നു. 3 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാണ്. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ശ്രീമുരുകൻ. ഇല്ല, വടക്കുംപുറം ഏകദേശം നമ്മുടെ ട്രാക്കിന്റെ മധ്യഭാഗവും കഴിഞ്ഞ് ആ കരിമാടിക്കുട്ടന്മാരെ ആ തുഴകൾ മുറുക്കിക്കൊണ്ട് നമുക്ക് മുൻപിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഫൈനൽ മത്സരത്തിൽ ഒരു ആവേശമില്ലേ, ഒരാവരമില്ലേ, ഒപ്പത്തിനൊപ്പമുള്ള മത്സരം. എന്തായാലും ക്യാമറയൊക്കെ എന്റെ പ്രിയപ്പെട്ട ബാബു ചേട്ടാ, ക്യാമറയൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. ഒപ്പത്തിനൊപ്പമുള്ള ഇഞ്ചോടിഞ്ചുള്ള ക്യാമറ കണ്ണിലൂടെ മാത്രം ജലോത്സവ വിജയെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള മത്സരം. അതാ അണിയത്ത് നമ്മുടെ പ്രിയപ്പെട്ട അണിയത്തെ രാജകുമാരൻ വിപിനിട്ടിത്തറ, നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് ചേട്ടൻ, പ്രിയപ്പെട്ട വിനയൻ ചേട്ടൻ. എന്തൊരു മത്സരം, എന്തൊരു തുഴച്ചിൽ. വടക്കുംപുറം ശ്രീമുരുകൻ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അവസാന ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ഇനി ഒരു ട്രാക്ക് ദൂരം മാത്രം, ഒരു കൊടിപ്പാടകലെ വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ 3 ടീമുകളും വടക്കുംപുറമല്ലേ ഒരൽപ്പം മുൻപിൽ. ഇല്ല, ശ്രീമുരുകനുണ്ട്, സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഉണ്ട്. സിംഹരാജനാണോ, ശ്രീമുരുകനാണോ, പുണ്യാളനാണോ, ആര് വിജയിക്കും? വടക്കുംപുറം ശ്രീമുരുകൻ. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് ആവേശകരമായിട്ടുള്ള മത്സരം. എന്തൊരു മത്സരം, എന്തൊരാവേശം. ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് 3 കളിവള്ളങ്ങളും മധ്യ കേരളത്തിന്റെ ഇരുട്ടുകുത്തി വിഭാഗത്തിന്റെ ബി ഗ്രേഡ് വിഭാഗമായിട്ടുള്ള ഒരു മത്സരം. 2025 തീരൻ ജലോത്സവത്തിന്റെ തിരശീല വീഴ്ത്തിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മത്സരം. ഏകദേശം 2 ട്രാക്ക് ദൂരം പിന്നിടുമ്പോൾ 3 പേരും ഒപ്പത്തിനൊപ്പം. ആദ്യ മത്സരത്തിലെ വിജയം ഗോതിരുത്ത് പുത്രന് ആത്മവിശ്വാസം കൂടുതലേകുമോ? ഇല്ല, ആദ്യ മത്സരത്തിലെ വിജയത്തിന് ആ ഒരു മാറ്റു കുറച്ചുകൊണ്ട് ബാക്കി 2 കളിവള്ളങ്ങളും ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ എന്തായാലും ഫൈനൽ മത്സരം തീ പാറുന്ന ഈ കനോലി കനാലിനെ തീ പിടിപ്പിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികളുടെ ഇടനെഞ്ചിലേക്ക് ആവേശത്തിന്റെ തീജ്വാലയായി മാറുന്ന മനോഹരമായിട്ടുള്ള മത്സരം. എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുൻപിൽ ഗോതിരുത്ത് പുത്രനാണോ, ഗോതിരുത്ത് കരയുടെ പൊന്നോമന പുത്രൻ ഗോതിരുത്ത് പുത്രൻ ലീഡെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ഒപ്പമുണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1, ഒപ്പമുണ്ട് പുത്തൻ പറമ്പിൽ. ആ പങ്കായങ്ങളൊക്കെ അങ്ങനെ ഇടവെമ്പൊക്കെ കുത്തിയെറിഞ്ഞുകൊണ്ട് അമരക്കാരൊക്കെ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് തന്റെ ടീമിനെ 1ാം സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അങ്ങനെ കൈമെയ് മറന്നു പോരാടുമ്പോൾ ഗോതിരുത്ത് പുത്രൻ പുത്തൻ പറമ്പിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഇടിവാൾ ബോട്ട് ക്ലബാണോ, ന്യൂ ബ്രദേഴ്സ് സേനമാവാണോ, PDBC പൈനൂരാണോ? ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ആരുടെ കൈക്കരുത്തിനാണ് ഇന്നിവിടെ വിജയത്തിലേക്ക് ചാടിക്കയറാൻ സാധിക്കുക? എന്തായാലും അവസാന ട്രാക്ക് ദൂരത്തിലേക്ക് 3 കളിവള്ളങ്ങളും കടന്നു വരുമ്പോൾ ആവേശജ്വലമായ മത്സരം. ഗോതിരുത്ത് പുത്രൻ പുത്തൻ പറമ്പിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഒപ്പത്തിനൊപ്പം തുല്യത പാലിച്ചുകൊണ്ട് ഒരിടിനാദം പോലെ ഒരു തീക്കാറ്റായി മാറിക്കൊണ്ട് 3 കളിവള്ളങ്ങളും. ഗോതിരുത്ത് പുത്ര പുത്തൻ പറമ്പിലെ സെന്റ് സെബാസ്റ്റ്യ ഇങ്ങ് കടന്നു വാട. ആവേശത്തോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ജലോത്സവ പ്രേമികളുടെ നെഞ്ചിലേക്ക് നെഞ്ചിടിപ്പിന്റെ താളം കൂട്ടിക്കൊണ്ട് നെഞ്ചിടിപ്പിന്റെ വേഗം കൂട്ടിക്കൊണ്ട് 3 കളിവള്ളങ്ങളും ഗോതിരുത്ത് പുത്രൻ പുത്തൻ പറമ്പിൽ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ഒരുപോലെ അമരത്തും അടിയത്തും നിന്നൊക്കെ എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ തുഴകൾ എറിഞ്ഞുകൊണ്ട് വിജയം 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 മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 3 കളിവള്ളങ്ങൾ. ഗോതിരുത്ത് പുത്രൻ പുത്തൻ പറമ്പിൽ. ആര് വിജയിക്കും എന്റെ പ്രിയപ്പെട്ടവരെ? ആരായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ? ഗോതിരുത്ത് പുത്രനാണോ, പുത്തൻ
പറമ്പിലാണോ സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 ആണോ? ഒരൽപ്പം മുൻപിൽ ഗോതിരത്ത് പുത്രനല്ലേ? എനിക്ക് തോന്നുന്നു ഒരൽപ്പം മുൻപിലേക്ക് ഗോതിരത്ത് പുത്രൻ ഇല്ല. ഒപ്പമുണ്ട് പുത്തൻ പറമ്പിൽ, ഒപ്പമുണ്ട് സെയിന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1. ആവേശത്തോടെ തുഴകളറിഞ്ഞുകൊണ്ട് ഗോതിരത്ത് പുത്ര പുത്തൻ പറമ്പിലെ സെയിന്റ് സെബാസ്റ്റ്യൻ, ഗോതിരത്ത് പുത്രൻ പുത്തൻ പറമ്പിൽ സെയിന്റ് സെബാസ്റ്റ്യൻ ആവേശത്തോടെ തുണകളെറിഞ്ഞുകൊണ്ട് നമുക്ക് മുൻപിലൂടെ കടന്നു പോകുമ്പോൾ 2025 തീരം ജലോത്സവത്തിന്റെ തിരശീല ഇവിടെ വീഴുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾ എല്ലാവരും ഒരു ട്രോഫി കൂടി ഉണ്ട്. നിങ്ങൾ പോവല്ലേ? തീരം ജലോത്സവത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കൈ നിറയെ ട്രോഫിയാണ് നിങ്ങൾക്ക്. ഒരു ട്രോഫി കൂടി ഉണ്ട്. ഇരിക്കൂ 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 ഇരിക്കൂ. ഹലോ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജലോത്സവ പ്രേമികൾക്കും എല്ലാ ടീം അംഗങ്ങൾക്കും അതുപോലെ തന്നെ മധ്യമേഖല ബോട്ട് ക്ലബിൻ്റെ എല്ലാ പ്രവർത്തകർക്കും